അശ്വന്ത് കോക്കിനോടാണ്. പിന്നെ ഈ നെഗറ്റീവ് റിവ്യൂ അടിക്കുന്ന കുറെ യൂട്യൂബർമാരെടുത്തു. നിങ്ങൾ റിവ്യൂസ് ഇടുന്നതിനൊക്കെ ഒരു പ്രശ്നമില്ല, റിവ്യൂസ് ഇടാം. പക്ഷേ ഈ ടാർഗറ്റ് ചെയ്തിട്ടൊക്കെ ഒരാളെ ആക്രമിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു സംഭവമാണ്. അശ്വന്ത് കോക്കൊക്കെ പറയണ ആ സിനിമയിൽ എന്താ പറയുക, പോസിറ്റീവായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ഒരു പോസിറ്റീവ് ഒരു സൈഡും പുള്ളി പറയുന്നില്ല. അപ്പോൾ എങ്കിലും നമുക്കത് വിശ്വസിക്കാതെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈഡ് പറഞ്ഞാൽ വിശ്വസിക്കും. ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാവില്ലേ? അപ്പോൾ ഒരു ടാർഗറ്റാണ് അതിനകത്ത് ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത്. നിങ്ങൾ തുടരും സിനിമ കണ്ടിട്ട് കാർ ചെയ്യുന്നതിന് റിവ്യൂ ചെയ്തു, വളരെ മനോഹരമായിട്ടുള്ള സിനിമ. പക്ഷേ ഇതിന് നിങ്ങളൊരു എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ബ്ലോഗേഴ്സിനെയൊക്കെ കൂടുതൽ അതിനകത്ത് കളിയാക്കിയിട്ടുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല. എന്തൊക്കെ ആയിരുന്നാലും വളരെ മോശമായിപ്പോയി. നിങ്ങൾ ഭയങ്കര റിവ്യൂറും ബ്ലോഗറും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ എന്ന് വെച്ചിട്ട് ദിലീപ് പുള്ളിക്കും ജീവിക്കണ്ടേ? പുള്ളിക്കും പുള്ളിയുടെ സിനിമകൾ വിജയിപ്പിക്കണ്ടേ? ഒരു സമയത്ത് മലയാള സിനിമയെ പിടിച്ചിരുത്തി അല്ലെങ്കിൽ പിടിച്ച് ഒരു എന്താ പറയുക, വളരെ മലയാള സിനിമ ഒന്ന് താഴ്ന്നു നിന്ന സമയത്ത് ദിലീപിന്റെ സിനിമകളായിരുന്നു കൊമേഴ്ഷ്യൽ വിജയമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകൾ ഇപ്പോൾ തഴയപ്പെടുന്നു, OTT പോലും എടുക്കുന്നില്ല. ആ ഒരു അവസ്ഥയാണ്. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ സിനിമ ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എന്താ പറയുക, വലിയ തിരക്കേടില്ലാത്ത അത്യാവശ്യം ചിരിക്കാവുന്ന രസിക്കാവുന്ന ഫാമിലിയായിട്ടൊക്കെ പോയിരുന്ന് കണ്ടിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമ. ഇൻട്രോയ്ക്ക് ശേഷം കൂടുതൽ ആ സിനിമ നമ്മളിലോട്ട് ക്യാച്ച് ചെയ്യുന്ന സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ, നല്ലൊരു സിനിമ. അതിന് ഇത്രയും ടാർഗറ്റ് ചെയ്ത് തരം താഴ്ത്തേണ്ട, ഡിഗ്രേഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കേട്ട ഈ സോഷ്യൽ മീഡിയ ബ്ലോഗേഴ്സ്, അശ്വന്ത് കോക്ക് ആൻഡ് ടീംസ്, കേട്ട പീളെ.